നിങ്ങൾ ഏതെങ്കിലും ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് കയറി ചെല്ലുന്നു എന്ന് വിചാരിക്കുക. ഒരൊറ്റ സാധനം വാങ്ങി പുറത്തേക്ക് ഇറങ്ങുക എന്നുള്ളതാണ് ലക്ഷ്യം. അതൊരു ടൂത്ത് പേസ്റ്റാണ്, 50-60 രൂപയാവും. അതാണ് മനസ്സിലുള്ള പ്രധാനപ്പെട്ട പ്ലാൻ. പക്ഷേ അപ്പോഴാണ് നിങ്ങൾ ആ ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ സൈഡിലിരിക്കുന്ന ഒരു കോഫി മഗ്ഗുകളുടെ നിര കാണുന്നത്. ഒരൊറ്റ സെറ്റാണ്. അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ സൂപ്പർ ആവുമെന്ന് നിങ്ങളുടെ മനസ്സിലൊരു തോട്ടുണ്ടാവും. അത് വീട്ടിൽ വെച്ച് കോഫി കുടിക്കുന്നതിനെ പറ്റി നമ്മൾ പെട്ടെന്നൊക്കെ ആലോചിച്ചിട്ട് ഇങ്ങനൊരു സാധനം ലോകത്തില്ലല്ലോ, അതിവിടെ മാത്രമേ ഉള്ളൂ എന്ന് തോന്നിയിട്ട് നമ്മുടെ മനസ്സിൽ അതില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നൊരവസ്ഥ ഉണ്ടാവുകയും അവസാനം സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ബില്ലിലേക്ക് നോക്കിയാൽ 2000 രൂപയുടെ ഒരു ബില്ല് നിങ്ങൾക്ക് കാണാം. വാങ്ങിക്കാൻ വന്ന ടൂത്ത് പേസ്റ്റ് ബാഗിൽ എവിടെയോ കിടപ്പുണ്ട്. പക്ഷേ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്ന നിങ്ങൾ എന്തോ അസാമാന്യമായ സാധനം വാങ്ങിച്ചു എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷനും സർപ്രൈസും ഒക്കെ ആയിരിക്കും. അല്ലെങ്കിൽ ഒരു ഇൻഡിപെൻഡൻസ് ഡേ സെയിലോ അല്ലെങ്കിൽ ഓണം സെയിലോ ഒക്കെ വരുന്ന സമയത്ത് ഈ കമ്പനികൾ, ഓൺലൈൻ കമ്പനികളും മാളുകളും ഒക്കെ പറയുന്ന ഈ ഫ്ലാഷ് സെയിലുണ്ടല്ലോ, അതിലൊന്നും ചെല്ലില്ല എന്നും അതിൽ പറയുന്ന ഓഫറുകളൊക്കെ പ്രധാനമായിട്ടും തട്ടിപ്പാണെന്നും വില കൂട്ടിയിട്ട് കുറച്ച് വിൽക്കുന്നതോ ഓൾഡ് സ്റ്റോക്ക് കൊടുത്തു തീർക്കാൻ വേണ്ടിയാണോ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിച്ചിരുന്നിട്ട് ഫോണിൻ്റെ വെളിച്ചത്തിൽ പിന്നീട് നിങ്ങൾ നോക്കുന്ന സമയത്ത് കാർട്ടിൽ നോക്കി സാധനം തീർന്നു പോകുമോ എന്ന് പേടിച്ച് നോക്കുന്നതായിരിക്കും. സ്റ്റോക്ക് തീർന്നു പോകുമോ, വില കൂടുമോ എന്നൊക്കെ ഉള്ള ടെൻഷനിൽ വെപ്രാളപ്പെട്ട് സ്ക്രീൻ ഇങ്ങനെ റീഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കും. ആ സമയത്ത് ജീവിതം തന്നെ ആ 40% ഡിസ്കൗണ്ടിൽ ആശ്രയിച്ചിരിക്കുന്നത് പോലെയുള്ളൊരു വെപ്രാളം കാണാൻ പറ്റും. എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് നമ്മളൊരു പ്രത്യേക ഷൂ ബ്രാൻഡിനോടോ ഒരു ഫോൺ കമ്പനിയോടോ അല്ലെങ്കിൽ ഒരു കാറിനോടോ തീർത്താൽ തീരാത്ത കൂറ് കാണിക്കുന്നത്? ഒരു പച്ച നിറത്തിലുള്ള ലോഗോ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് സാധാരണ ഒരു കാപ്പിക്ക് എന്തിനാണ് നമ്മൾ ഇരട്ടി വില കൊടുത്ത് വാങ്ങിക്കുന്നത്? അതിന് തയ്യാറാകുന്നത് എന്തുകൊണ്ട്? ഒരു നിമിഷത്തെ ആവേശത്തിൽ എന്തെങ്കിലും വാങ്ങിച്ചു കൂട്ടി പിന്നീട് നിങ്ങൾക്ക് കുറ്റബോധം തോന്നിയിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ സ്വന്തം ഷോപ്പിംഗ് ശീലങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് തന്നെ സംശയം തോന്നിയിട്ടുണ്ട് എങ്കിൽ, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഇത് നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള കഴിവുകേടല്ല, ഇത് നിങ്ങളുടെ ഇച്ഛാശക്തിയുടെ പരാജയവുമല്ല. ദിസ് ഈസ് എ ഡിസൈൻ. കഴിഞ്ഞ പതിറ്റാണ്ടുകളായി ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനികൾ കോടിക്കണക്കിന് ഡോളർ തുക അങ്ങ് കോരി ചെലവഴിക്കുന്നത് ഒരൊറ്റ രഹസ്യ പ്രോജക്റ്റിന് വേണ്ടിയാണ്. ടു സ്റ്റഡി us. നമ്മളെ പഠിക്കുക, നമ്മുടെ തലച്ചോറിനെ പഠിക്കുക, നമ്മുടെ ശീലങ്ങളെ പഠിക്കുക, നമ്മുടെ ഉള്ളിലെ പേടികളെയും അവിടെ അടക്കി വച്ചിരിക്കുന്ന ആഗ്രഹങ്ങളെയും ആഴത്തിൽ പഠിക്കുക. ഷോപ്പിംഗ് മാളുകളും സോഷ്യൽ മീഡിയ ഫീഡുകളും സൂപ്പർ മാർക്കറ്റിലെ കൗണ്ടറുകളും എല്ലാം ഇത്തരത്തിലുള്ള ലബോറട്ടറികളാണ്. ആ ഡാറ്റ അവരിങ്ങനെ സ്റ്റഡി ചെയ്യാണ്. അവരുടെ ലക്ഷ്യം നമ്മളെ കൊണ്ടൊരു സാധനം വാങ്ങിപ്പിക്കുക എന്നത് മാത്രമല്ല, അതിലും വലുതാണ്. അവരുടെ യഥാർത്ഥ ലക്ഷ്യം നമ്മളുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുക എന്നുള്ളതാണ്. നിങ്ങളുടെ മൂല്യങ്ങളെ സ്വാധീനിക്കുക, നിങ്ങളുടെ വികാരങ്ങളെ പോലും ഡിസൈൻ ചെയ്യുക. അവർക്ക് നമ്മുടെ പണം മാത്രം പോരാ, നമ്മുടെ മനസ്സിൻ്റെ ഒരു ഭാഗം വേണം. നമ്മുടെ അറ്റൻഷൻ പൂർണ്ണമായി കിട്ടിയാൽ അത്രയും കൊള്ളാം. ഏറ്റവും പ്രധാനമായി ഇതിൽ നിന്നെല്ലാം സെൽഫ് ഡിഫെൻഡ് ചെയ്ത് കൺട്രോൾ തിരിച്ചു പിടിക്കാൻ ആവശ്യമായ വഴികൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് പറയാനുള്ള ശ്രമം ഞാൻ നടത്തുന്നു. ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത്, നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ സാധനങ്ങളാണ് വാങ്ങിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ വാങ്ങിക്കുന്നത് നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെയുള്ള ബോധ്യങ്ങളാണ്, കഥകളാണ്. അതെ, നമ്മുടെ ഈ കഥ തുടങ്ങുന്നത് ഇന്നോ ഇന്നലെയോ അല്ല. ടി വിയിൽ പരസ്യം കാണുക, അല്ലെങ്കിൽ പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ പരസ്യം കാണുക, FM-ൽ പരസ്യം കേൾക്കുക, ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ആമസോണിലും പരസ്യം വരുന്നതിന് മുൻപ് 1920കളിൽ എഡ്വേർഡ് ബർണൈസ് എന്നൊരു വ്യക്തി ജീവിച്ചിരുന്നു. നിങ്ങൾ ഈ പേര് കേട്ടിട്ടില്ലെങ്കിൽ ഉറപ്പായും കേട്ടിരിക്കണം. ലോകത്തെ പബ്ലിക് റിലേഷൻസിൻ്റെ പിതാവെന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ബേസിക്കലി സാക്ഷാൽ സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറയുന്ന മനഃശാസ്ത്രജ്ഞൻ്റെ അനന്തരവനായിരുന്നു ഇദ്ദേഹം. ഫ്രോയിഡിൻ്റെ മനുഷ്യൻ്റെ ഉപബോധ മനസ്സിലെ യുക്തിയില്ലാത്ത ആഗ്രഹങ്ങളെക്കുറിച്ചുള്ള തിയറികളില്ലേ, അതിനെ ബർണൈസ് കച്ചവടത്തിന് വേണ്ടി ഒരു വെപ്പണാക്കി മാറ്റിയെന്ന് പറയാം. അദ്ദേഹം ഒരു വിപ്ലവകരമായിട്ടുള്ള ആശയം കണ്ടെത്തി. ഒരു ഉൽപ്പന്നം വിൽക്കാൻ നിങ്ങൾ ആ വസ്തുവിനെക്കുറിച്ചല്ല പറയേണ്ടത്, നിങ്ങളതിൻ്റെ ഇമോഷനെയാണ് സെല്ല് ചെയ്യേണ്ടത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ കേസ് സ്റ്റഡി എന്താണെന്നറിയാമോ? സിഗരറ്റ്. 1920കളിൽ സ്ത്രീകൾ പുകവലിക്കുന്നത് ഒരു വലിയ മോശം കാര്യമായിട്ടായിരുന്നു പാശ്ചാത്യ ലോകം കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ സിഗരറ്റ് മാർക്കറ്റിൻ്റെ പകുതിയും നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം അമേരിക്കൻ ടുബാക്കോ കമ്പനി ബെർണൈസിനെ ഈ അവസ്ഥ മാറ്റാൻ വേണ്ടി സമീപിച്ചു. ഒരു സാധാരണ അഡ്വർടൈസിങ് ഏജൻറ്റ് എന്ത് ചെയ്യും? സിഗരറ്റിൻ്റെ രുചിയെക്കുറിച്ചോ പുകയിലയുടെ ഗുണത്തെക്കുറിച്ചോ പറയാൻ ശ്രമിക്കും. പക്ഷെ ബെർണൈസ് ചെയ്തത് അതൊന്നുമല്ല. അദ്ദേഹം ഒരു സമരം അങ്ങ് സംഘടിപ്പിച്ചു. 1929 ഈസ്റ്റർ ദിന പരേഡിൽ ന്യൂയോർക്കിലെ തെരുവിലൂടെ നടക്കാൻ ഫാഷണബിളായ ഒരു കൂട്ടം യുവതികളെ അദ്ദേഹം റെൻറ്റിനെടുത്തു. ഒരു പ്രത്യേക സിഗ്നൽ കിട്ടിയപ്പോൾ അവരെല്ലാവരും ഒരേ സമയം സിഗരറ്റ് കത്തിച്ച് വലിക്കാൻ തുടങ്ങി.
ഈ വിവരം അദ്ദേഹം നേരത്തെ തന്നെ പത്രക്കാരെ അറിയിച്ചിരുന്നത് കൊണ്ട് അത് ഭയങ്കര ഫ്ലാഷായിട്ട് വന്നു. എന്നിട്ട് അദ്ദേഹം പത്രക്കാരോട് പറഞ്ഞു, ഈ സ്ത്രീകൾ വെറുതെ പുകവലിക്കുകയല്ല, അവർ കത്തിക്കുന്നത് സ്വാതന്ത്ര്യത്തിൻ്റെ പന്തങ്ങളാണ്, അതായത് ദ ടോർച്ച് ഓഫ് ഫ്രീഡം. സ്ത്രീ ശാക്തീകരണത്തിൻ്റെയും വിപ്ലവത്തിൻ്റെയും ശക്തമായൊരു അടയാളം. പുരുഷന്മാർക്ക് മാത്രമല്ല സിഗരറ്റ് വലിക്കാൻ പറ്റുക, സ്ത്രീകൾക്കും പറ്റും. ഈ വാർത്ത കാട്ടുതീ പോലെ പടർന്നു. പെട്ടെന്നൊരു സ്ത്രീ സിഗരറ്റ് വലിക്കുന്നത് വെറുമൊരു പുകവലി എന്നുള്ളതിൽ നിന്ന് തുല്യതയ്ക്ക് വേണ്ടിയുള്ള ഒരു സമരമായി മാറുന്നതായി കാണാൻ കഴിഞ്ഞു. സ്വാതന്ത്ര്യ പ്രഖ്യാപനം സിഗരറ്റ് വലിയിലൂടെ എന്നുള്ള രീതിയിലേക്ക് മാറി. സ്ത്രീകളിലേക്കുള്ള സിഗരറ്റ് വിൽപ്പന റോക്കറ്റ് പോലെ അങ്ങനെ കുതിച്ചുയരാൻ തുടങ്ങി. സത്യത്തിൽ അവർ വാങ്ങിയത് പുകയിലല്ലായിരുന്നു, അവർ വാങ്ങിയത് ഫെമിനിസ്റ്റ് മുന്നേറ്റത്തിൻ്റെ ഒരു പാർട്ടായിരുന്നു. ഇത് പരസ്യലോകത്തിൻ്റെ സുവർണ്ണ നിയമമായി മാറി. ഇന്നും നമ്മൾ കാണുന്ന ഒട്ടുമിക്ക പരസ്യങ്ങളെയും നിയന്ത്രിക്കുന്ന ഒരു നിയമം. ഡോണ്ട് സെൽ ദ സ്റ്റീക്ക്, സെൽ ദ സിസിൽ. സാധനമല്ല വിൽക്കേണ്ടത്, അതുണ്ടാക്കുന്നൊരു അനുഭൂതിയില്ലേ, അതിനെയാണ്. ഒന്ന് ചിന്തിച്ച് നോക്കൂ, ലക്ഷങ്ങൾ വിലയുള്ള വാച്ചുകളുടെ പരസ്യത്തിൽ എന്തുകൊണ്ടാണ് അതിൻ്റെ മെക്കാനിസത്തെക്കുറിച്ചോ സമയം എത്ര കൃത്യമായി കാണിക്കുമെന്നോ പറയാത്തത്? കാരണം അവർ സമയം കാണിക്കുന്ന ഒരു ഉപകരണത്തെ അല്ല വിൽക്കുന്നത്. സമയം കാണിക്കാൻ നിങ്ങളുടെ ഫോൺ മതിയല്ലോ. അവർ വിൽക്കുന്നത് സക്സസ്സാണ്, സ്റ്റാറ്റസാണ്, പാരമ്പര്യമാണ്. അവർ നിങ്ങളെ കാണിക്കുന്നത് ആഡംബര നൗകകളും പ്രൈവറ്റ് ജെറ്റുകളും വലിയ കമ്പനികളുടെ ബോർഡ് റൂമിലിരിക്കുന്ന കരുത്തന്മാരായിട്ടുള്ള ആളുകളെയുമാണ്. ജീവിതത്തിൽ വിജയ് എന്ന ഫീലിംഗ് ആണ് അവർ സെല്ല് ചെയ്യുന്നത്. നോബൽ സമ്മാനം നേടിയ സൈക്കോളജിസ്റ്റ് ഡാനിയൽ കാനിമാൻ ഇതിൻ്റെ പിന്നിലെ ശാസ്ത്രത്തെ വളരെ സിമ്പിളായിട്ട് വിശദീകരിച്ചത് ഞാൻ വായിച്ചിരുന്നു. നമ്മുടെ തലച്ചോറിന് 2 ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ ഉണ്ട് എന്ന് പറയാം. സിസ്റ്റം 2 നമ്മൾ പതുക്കെയുള്ള ലോജിക്കലായ തലച്ചോറാണ്. അത് കണക്ക് കൂട്ടും, എല്ലാ വശങ്ങളും ചിന്തിക്കും, അതുപോലെ തന്നെ ആലോചിച്ച് തീരുമാനമെടുക്കും. പക്ഷേ സിസ്റ്റം 1 അതങ്ങനെയല്ല. അത് നമ്മുടെ വേഗതയേറിയ ഇമോഷണൽ ബ്രെയിനിൻ്റെ പാർട്ടാണ്. അത് ഒറ്റയടിക്ക് തീരുമാനങ്ങൾ എടുക്കും, തോന്നലുകൾക്കും പുറത്തായിരിക്കും അത് നിൽക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ ഭൂരിപക്ഷം സമയത്തും ഭരിക്കുന്നത് സിസ്റ്റം 1 ആണ്. അത് ആദ്യം ഒരു ഡിസിഷൻ എടുക്കും, എന്നിട്ട് നമ്മുടെ ലോജിക്കലായ സിസ്റ്റം 2 ഇല്ലേ, ആ തീരുമാനത്തെ ന്യായീകരിക്കാൻ വേണ്ടി പാടുപെടുന്ന ഒരു ഘട്ടത്തിലേക്ക് ചെല്ലും. അതുകൊണ്ടാണ് ഒരു പുതിയ ഷൂ എന്തിനു വാങ്ങണം, പഴയതുണ്ടല്ലോ എന്ന അവസ്ഥ നിൽക്കുമ്പോഴും പെട്ടെന്ന് ഷൂ വാങ്ങിക്കാൻ ഒരു ടെൻഡൻസി ഉണ്ടാവുന്നത്. നിങ്ങളുടെ ലോജിക്കലായ തലച്ചോറ് ആലോചിച്ച് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ ഇമോഷണൽ ബ്രെയിൻ ആ കളി ജയിച്ച് കഴിഞ്ഞിരിക്കും. അപ്പോഴേ ആ സാധനത്തിന് പേയ്മെൻറ്റും ചെയ്തിരിക്കും. സോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ കാര്യമുണ്ട്. അടുത്ത തവണ എന്തെങ്കിലും വാങ്ങാൻ അടങ്ങാത്തൊരു ആഗ്രഹം ഇങ്ങനെ ഉള്ളിൽ നിൽക്കുമ്പോൾ ഒരു നിമിഷം ഒന്ന് പിടിച്ചു നിൽക്കുക. എന്നിട്ടൊരു ശ്വാസം എടുത്ത് നിങ്ങളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കുക. ഞാൻ ഈ വാങ്ങിക്കുന്നത് സാധനമാണോ, അതോ ഇവർ ഇതിനോട് ചേർത്ത് വെച്ച ആ സ്പെഷ്യൽ ഫീലിംഗ് ആണോ? ബെർണൈസ് കമ്പനികളെ വിൽക്കാൻ പഠിപ്പിച്ചെങ്കിൽ അടുത്ത തലമുറയിലെ മാർക്കറ്റിംഗ് വിദഗ്ധർ അതിലും വിലപ്പെട്ട ഒന്ന് വിൽക്കാനുള്ള കല പഠിച്ചു. ദാറ്റ് ഈസ് ഐഡൻറ്റിറ്റി, അതായത് വ്യക്തിത്വം. നമുക്കൊരു കാര്യം ആലോചിച്ച് നോക്കാം. വില കൂടിയ 3 ലാപ്ടോപ്പുകൾ, ഒന്ന് ആപ്പിളിൻ്റേത്, ഒന്ന് ഡെല്ലിൻ്റേത്, ഒന്ന് മൈക്രോസോഫ്റ്റിൻ്റേത്. അതെടുത്തിട്ട് അതിൻ്റെ ലോഗോ ഒന്ന് മായ്ച്ചു കളഞ്ഞാൽ മിക്ക ആളുകൾക്കും ഡിഫറൻസ് പോലും അറിയാൻ കഴിയില്ല. മിക്കവാറും ഒരേപോലത്തെ സ്പെസിഫിക്കേഷൻസ്, ഒരേപോലത്തെ പെർഫോമൻസ്. എന്നിട്ട് എന്തുകൊണ്ടാണ് ലക്ഷക്കണക്കിന് ആളുകൾ ആപ്പിളിൻ്റെ ലോഗോ ഉള്ളതിന് ഇരട്ടി വില കൊടുക്കാൻ തയ്യാറാകുന്നത്? ഓഫ് കോഴ്സ് മൈക്രോസോഫ്റ്റിൻ്റെ OSും ആപ്പിളിൻ്റെ OSും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. പക്ഷേ കാഴ്ചയിലും പെർഫോമൻസിലും നമുക്ക് ഒരേ കാര്യം ചെയ്യാൻ പറ്റുമല്ലോ. സോ ഇവിടെ ആപ്പിളിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ബ്രാൻഡിങ് ആണ്. ഈ ബ്രാൻഡിങ് എന്ന് പറയുന്നത് സ്പെസിഫിക്കേഷനെ കുറിച്ചല്ല, അത് സ്വയം എക്സ്പ്രസ് ചെയ്യാനുള്ളൊരു വേ ആണ്. ആപ്പിൾ വിൽക്കുന്നത് കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ അല്ല, ദേ ആർ സെല്ലിങ് ക്രിയേറ്റിവിറ്റി. അവർ വിൽക്കുന്നത് ഈ വ്യവസ്ഥിതികളോടുള്ളൊരു ചലഞ്ചാണ്. അവർ വിൽക്കുന്നത് വ്യത്യസ്തമായി ചിന്തിക്കുക എന്ന് പറയുന്ന ഒരാശയമാണ്. ഒരു ആപ്പിൾ യൂസർ വെറും ഒരു മെഷീൻ അല്ല വാങ്ങിക്കുന്നത്, അയാൾ വാങ്ങുന്നത് ഒരു ക്രിയേറ്റീവ് വ്യക്തി അല്ലെങ്കിൽ ഒരു ഇന്നവേറ്റർ, സാധാരണ PCകളുടെ ലോകത്ത് നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരാൾ എന്നുള്ള ഒരു ഐഡൻറ്റിറ്റിയാണ്. എർവിൻ ഗോഫ്മാൻ എന്ന് പറയുന്ന സോഷ്യോളജിസ്റ്റ് മനുഷ്യ ജീവിതത്തെ ഒരു വലിയ സ്റ്റേജ് നാടകത്തോടാണ് കമ്പയർ ചെയ്തത്. നമ്മളെല്ലാവരും ആ സ്റ്റേജിലെ അഭിനേതാക്കളാണ്. നമ്മൾ ആരാണെന്ന് മറ്റുള്ളവരോട് അറിയിക്കാൻ നമ്മൾ ചില അടയാളങ്ങൾ ഇങ്ങനെ ഉപയോഗിക്കാറുണ്ട്. ഈ 21-ാം നൂറ്റാണ്ടിൽ നമ്മൾ വാങ്ങുന്ന സാധനങ്ങളാണ് നമ്മൾ ആരാണെന്ന് കാണിക്കാനുള്ള വസ്ത്രങ്ങളും വസ്തുക്കളുമായി മാറിയിരിക്കുന്നത് എന്നർത്ഥം. ഒരു വ്യക്തി ജാക്കറ്റ് ധരിക്കാതെ തണുപ്പിലൂടെ ആളുകൾക്കിടയിലൂടെ ഇറങ്ങി നടന്നാൽ അയാൾക്ക് തണുക്കുന്നില്ല എന്ന് മാത്രമല്ല അയാൾ പറയുന്നത്, പകരം ഞാൻ പ്രകൃതിയെ സ്നേഹിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ഞാനൊരു സാഹസികനാണ്. പലചരക്ക് കടയിൽ പോകാൻ മാത്രമാണ് ഞാനിത് ഇടുന്നതെങ്കിൽ പോലും ഞാൻ വളരെ സിംപ്ലിസിറ്റി ഉള്ള ആളാണ്. റോളക്സ് വാച്ച് കിട്ടിയാൽ സമയം എത്രയായി എന്ന് എനിക്കറിയാം എന്നല്ല പറയുന്നത്, അത് പറയുന്നത് ഞാൻ ജീവിതത്തിൽ വിജയിച്ചവനാണ് എന്നുള്ളതാണ്, ഞാൻ സക്സസ്ഫുൾ ആണ് എന്നാണ്. ഇത് എല്ലായിടത്തും കാണാൻ പറ്റും. സ്പോർട്സ് വെയറിൻ്റെ കാര്യം എടുത്ത് നോക്കി. നൈക്കി വിൽക്കുന്നത് ഷൂസ് അല്ല, അവർ വിൽക്കുന്നത് അവരുടെ സക്സസ് ആണ്, ലക്ഷ്യബോധമാണ്. ജസ്റ്റ് ഡു ഇറ്റ് എന്ന മുദ്രാവാക്യത്തിലൂടെ മുന്നോട്ട് കുതിക്കാനുള്ള ഒരു ആവേശമാണ്. ആഡിഡാസ് വിൽക്കുന്നത് സ്ട്രീറ്റ് കൾച്ചറാണ്, ദാറ്റ്സ് ക്രിയേറ്റിവിറ്റിയാണ്. സംഗീതവും കലയുമായുള്ളൊരു അഭേദ്യമായ ബന്ധമാണ്.
അണ്ടർ ആർമർ വിൽക്കുന്നത് കഠിനാധ്വാനമാണ്, തോൽക്കാൻ മനസ്സിലാത്തവൻ്റെ വാശിയാണ്. നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് വെറും ഒരു പാദരക്ഷയല്ല എന്നും നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ഒരു ടീമിനെയാണ് എന്നുമാണ് പറയുന്നത്. നിങ്ങളുടെ സ്വന്തം ജീവിത കഥയാണ് അവിടെ മെനഞ്ഞെടുക്കുന്നത്. സോ ഇത് വെറും ഒരു ഉപമയല്ല. ന്യൂറോ സയൻസ് ഞെട്ടിക്കുന്ന രീതിയിൽ ഇതിനെ ശരിവയ്ക്കുന്നുണ്ട്. MRI സ്കാനുകൾ കാണിക്കുന്നത് നമുക്കൊരു ബ്രാൻഡിനോട് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു അടുപ്പം തോന്നുമ്പോൾ നമ്മുടെ തലച്ചോറിൽ പ്രവർത്തിക്കുന്നത് ഭൂരിഭാഗവും മനുഷ്യബന്ധങ്ങളുമായും വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട അതേ ഭാഗങ്ങൾ തന്നെയാണ് എന്നുള്ളതാണ്. അതായത് നമ്മുടെ അടുത്ത സുഹൃത്തിനോട് നമുക്കുള്ള അതേ ബന്ധം പോലെ തന്നെയാണ് നമ്മുടെ തലച്ചോറ് ഇഷ്ടമുള്ള ബ്രാൻഡുകളോടുള്ള ബന്ധത്തെയും തിരിച്ചറിയുന്നത്. അതിന് ഡിഫറൻസ് ഇല്ല. സോ അതുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഫോൺ ബ്രാൻഡിനെയോ കാറിനെയോ ആരെങ്കിലും കളിയാക്കുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ലോജിക്കുകൾ മനസ്സിലാവുന്നില്ല. ഈ സോഷ്യൽ മീഡിയ നടക്കുന്ന ചില ഫൈറ്റുകൾക്ക് പിന്നിലുള്ള യാഥാർത്ഥ്യം, എന്തുകൊണ്ട് നമ്മൾ നമ്മുടെ ബ്രാൻഡിനെ സപ്പോർട്ട് ചെയ്ത് കമൻറ്റ് ചെയ്യുന്നു. സോ അത് നിങ്ങളെയോ നിങ്ങളുടെ അടുത്ത സുഹൃത്തിനെയോ അപമാനിക്കുന്നത് പോലെയാണ് നമ്മുടെ തലച്ചോറ് കാണുന്നത്. ഒരു ബ്രാൻഡിനെ കളിയാക്കിയാൽ ഒരു ആപ്പിൾ യൂസർ പലപ്പോഴും സ്വന്തം ബ്രാൻഡിനെ ഡിഫെൻഡ് ചെയ്യുന്നതായിട്ട് കാണാം. അതുകൊണ്ട് ഒരു കാര്യം വ്യക്തമാക്കാം, ബ്രാൻഡുകൾക്ക് നിങ്ങളുടെ സാധനങ്ങൾ മാത്രം വിറ്റാൽ പോരാ, അവർക്ക് നിങ്ങളുടെ ഒരു ഭാഗമാകണം, നിങ്ങളുടെ സുഹൃത്തിന് പകരമാകണം, നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ തന്നെ ഇടയായി മാറണം. അപ്പോൾ അവരെങ്ങനെയാണിത് ചെയ്യുന്നതെന്ന് ഞാൻ പറയാം. നമ്മളൊക്കെ ഏറ്റെടുക്കാൻ തയ്യാറാകുന്ന ഇത്രയും ശക്തമായ ഐഡൻറ്റിറ്റികൾ അവരെങ്ങനെ ഉണ്ടാക്കുന്നു? ഉത്തരം മനുഷ്യൻ കണ്ടുപിടിച്ചതിൽ വെച്ച് ഏറ്റവും പഴയതും ശക്തവുമായ ഒരു വിദ്യയാണ്. ദാറ്റ് ഈസ് സ്റ്റോറി ടെല്ലിംഗ്. ഒരു ടിൻ സോഡ എന്ന് പറയുന്ന സത്യം പറഞ്ഞാൽ കുറച്ച് പഞ്ചസാരയും വെള്ളവും പിന്നെ എന്തോ ഒരു ഫ്ലേവർ ചേർത്തൊരു പാനീയം മാത്രമല്ലേ? അതുണ്ടാക്കാൻ വെറും തുച്ഛമായ പൈസ മാത്രമേ ആവശ്യമുള്ളൂ. എന്നിട്ടും 100-ലധികം വർഷമായി ആ ചുവന്ന ടിന്നിനകത്തുള്ളത് കുപ്പികളിലാക്കിയ സന്തോഷമാണെന്ന് ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആളുകളെ വിശ്വസിപ്പിക്കാൻ കൊക്കോ കോളയ്ക്ക് കഴിഞ്ഞു. ഹൗ? ഇതെങ്ങനെ സാധിച്ചു? കാരണം ഒരു വർഗം എന്നുള്ള നിലയിൽ നമ്മൾ കണക്കുകളേക്കാൾ കൂടുതൽ കഥയെ വിശ്വസിക്കുന്നവരാണ്. കഥകളിലൂടെയാണ് നമ്മൾ ലോകത്തെ കാണുന്നത്. നമ്മുടെ മതപരമായിട്ടുള്ള വിശ്വാസം മുതൽ ഏത് കാര്യം എടുത്തു കഴിഞ്ഞാലും നമ്മൾ കഥയിലൂടെ ലോകത്തെ കാണും. അപ്പോൾ ഒരു നല്ല കഥ നമ്മുടെ ലോജിക്കിനെ മറികടന്ന് നേരിട്ട് നമ്മുടെ വികാരങ്ങളിലേക്കും ഓർമ്മകളിലേക്കും മൂല്യങ്ങളിലേക്കും തുളച്ചു കയറും. ഡാൻ ഏരിയലി എന്ന ബിഹേവിയറൽ എക്കണോമിസ്റ്റ് ഒരു പരീക്ഷണത്തിലൂടെ ഇത് വളരെ രസകരമായിട്ട് തെളിയിച്ചിട്ടുണ്ട്. അദ്ദേഹം ആളുകൾക്ക് വൈൻ കുടിക്കാൻ കൊടുത്തു. ഒരേ വൈൻ 2 കുപ്പികളിലാക്കി. ഒന്നിൻ്റെ വില $5 മറ്റേതിന് $45 പറഞ്ഞു. വൈൻ കുടിച്ചവരെല്ലാം ഒരേ സ്വരത്തിൽ പറഞ്ഞു $45 വൈനിനാണ് നല്ല ടേസ്റ്റ് എന്ന്. അതിന് കൂടുതൽ നിലവാരമുണ്ടെന്ന് അവർ പറഞ്ഞു. പക്ഷേ എന്തായിരിക്കും സത്യം? 2 ഗ്ലാസ്സിലും ഉണ്ടായിരുന്നത് ഒരേ വില കുറഞ്ഞ വൈനായിരുന്നു. ആ വില കൂടിയ വൈനിൻ്റെ കഥ അവരുടെ രുചിയെപ്പോലും മാറ്റിമറിക്കാനുള്ള റീസണായി മാറി. ഈ ഒരു മാജിക്കാണ് ബ്രാൻഡുകൾ ഓരോ ദിവസവും ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നത്. ഡോവിൻ്റെ റിയൽ ബ്യൂട്ടി ക്യാമ്പയിൻ ഇതിൻ്റെ ഒരു മാസ്റ്റർ ക്ലാസ് ഉദാഹരണമാണ്. പതിറ്റാണ്ടുകളോളം സൗന്ദര്യവർദ്ധക വസ്തുക്കൾ കമ്പനികൾ വിറ്റത് അരക്ഷിതാവസ്ഥയെ മുതലെടുത്തുകൊണ്ടായിരുന്നു. ഒരിക്കലും എത്തിപ്പിടിക്കാൻ പറ്റാത്ത സൗന്ദര്യമുള്ള മോഡലുകളെ കാണിച്ച് സ്ത്രീകളിൽ ഒരു അപഹർഷതാബോധം ഉണ്ടാക്കുന്നു. എന്നിട്ട് അവരുടെ ഉൽപ്പന്നങ്ങൾ അതിനൊരു എക്സാക്റ്റ് പരിഹാരമാണെന്നുള്ള നിലയിലേക്ക് അവർ സ്റ്റോറിയായിട്ട് അവതരിപ്പിച്ചു. പക്ഷേ ഡോവ് ആ കളി തന്നെ മാറ്റിമറിച്ചു. അയാൾ എല്ലാ നിറത്തിലും വലിപ്പത്തിലും പ്രായത്തിലുമുള്ള സ്ത്രീകൾ ആഘോഷിക്കുന്ന ഒരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തു. ആളുകളെ കരയിപ്പിക്കുന്ന വൈറൽ വീഡിയോകൾ ഉണ്ടാക്കി. ആത്മാഭിമാനത്തെക്കുറിച്ച് ലോകമെമ്പാടും ഒരു ചർച്ചയ്ക്ക് തുടക്കമിട്ടു. അപ്പോൾ അവർ ചെയ്തത് എന്താണെന്ന് ശ്രദ്ധിച്ചോ? അവർ അവരുടെ സോപ്പിനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടിയില്ല. ഉൽപ്പന്നം ആ പരസ്യത്തിൽ എവിടെയും ഉണ്ടായിരുന്നില്ല. പകരം അവർ അവരുടെ ബ്രാൻഡിനെ സ്ത്രീ ശാക്തീകരണത്തിൻ്റെയും ആത്മാഭിമാനത്തിൻ്റെയും ശക്തമായ ഇമോഷണൽ സ്റ്റോറീസുമായിട്ട് ബന്ധിപ്പിച്ചു. ഇത് വിജയിക്കാൻ കാരണം നമ്മുടെ ഉള്ളിൽ നമുക്ക് വേണ്ടത് വെറും സോപ്പോ സോഡയോ ഷൂസോ ഒന്നുമല്ല. നമുക്ക് വേണ്ടത് ഒരു മീനിങ് ആണ്. നമ്മളെക്കാൾ വലിയൊരു കഥയുടെ ഭാഗമാകാനാണ് നമുക്കെപ്പോഴും ഇഷ്ടം. ആ കഥ വിൽക്കാൻ ബ്രാൻഡുകൾ സന്തോഷത്തോടെ തയ്യാറാണ്. കൂടെ ഒരു സുവനീർ പോലെ അവരുടെ ഒരു ഉൽപ്പന്നവും. അപ്പോൾ ഇതാണ് നിങ്ങളുടെ അടുത്ത പ്രാക്ടീസ്. അടുത്ത തവണ ഹൃദയത്തിൽ തൊടുന്നൊരു പരസ്യം കാണുമ്പോൾ ഒരു നിമിഷം നിർത്തിയിട്ട് സ്വയം ചോദിക്കുക, ഇവർ എന്നോട് എന്ത് കഥയാണ് പറയാൻ ശ്രമിക്കുന്നത്? ഇത് ഈ ഉൽപ്പന്നത്തെക്കുറിച്ചുള്ള കഥയാണോ അതോ എന്നെ തന്നെ കുറിച്ചുള്ള കഥയാണോ? ഞാനിത് വിശ്വസിക്കുന്നുണ്ടോ?